ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ചുരണ്ടിയത് ചേർക്കാം, കുറച്ച് മുരിങ്ങയില ചേർക്കാം, അര ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, കുറച്ച് നെയ്യ്. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാം. നമുക്കിനി വെള്ളം ചേർത്ത് നല്ലവണ്ണം മയത്തി കുഴച്ചെടുക്കാം. അധികം അമർത്തിയൊന്നും കുഴക്കണ്ട, പതുക്കെ കുഴച്ചെടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. നമ്മുടെ മാവ് ഇവിടെ നല്ല മയത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ആദ്യം പൊടിയിൽ നമുക്ക് മുക്കിയിട്ടത് പരത്തിയെടുക്കാം. ചപ്പാത്തി മറിച്ചിടാം. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല, നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി റെഡിയായി. നമ്മുടെ മുരിങ്ങയില ക്യാരറ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി ഇത് കഴിക്കാം.